ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് മുമ്പ് ഒരു കാര്യം, നമ്മളിപ്പോ ഈ കറണ്ട് അഫയേഴ്സ് വീഡിയോസ് ഇടുന്ന ബാങ്ക് എക്സാം പഠിക്കുന്നവർക്ക് വേണ്ടി മാത്രമല്ല, സിവിൽ സർവീസ്, PSC, SSC, റെയിൽവേ, ഏത് എക്സാം പ്രിപ്പയർ ചെയ്യുന്നവർക്കും ഈ കറണ്ട് അഫയേഴ്സ് വീഡിയോ വളരെ യൂസ്ഫുൾ ആണ്. എനിക്ക് ഒരുപാട് ഫീഡ്ബാക്ക് കിട്ടാറുണ്ട്. ഇന്നലെ തന്നെ പാലക്കാട് നിന്ന് എനിക്ക് അറിഞ്ഞോലും കൂടാത്ത ഒരാൾ എന്നെ വിളിച്ചിട്ട് വളരെ വലിയൊരു ഫീഡ്ബാക്ക് ആണ് ഇതിനെ കുറിച്ച് പറഞ്ഞത്. അവരെല്ലാവരും ഒരു സിവിൽ സർവീസിന് പ്രിപ്പയർ ചെയ്യുന്നവരാണ്, അവർക്ക് എല്ലാവർക്കും ഇത് വളരെ യൂസ്ഫുൾ ആണെന്ന്. അപ്പൊ എന്തായാലും അതിനിടയിൽ വലിയ റിസൾട്ടുകൾ ഉണ്ടാകുന്നത് വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഇന്നലെ തന്നെ ഏകദേശം 40ഓളം പേരാണ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്ന് ബാങ്ക് എക്സാം എഴുതി ജോലി കിട്ടിയത്. IBPS റിസൾട്ട് വന്നപ്പോൾ അത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ റിസൾട്ടുകളിൽ ഒരെണ്ണമായിരിക്കും. അപ്പോ ഈ ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ച് ഞങ്ങളോടൊപ്പം നിന്ന് പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്ന ഓരോ സേവനങ്ങളും. അത് വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ ഞങ്ങൾ നിർവഹിക്കും. അത് ഒന്നുകൂടെ ഞാൻ റീഅഫൈം ചെയ്യാൻ കാരണം ഇന്നലത്തെ സക്സസിന്റെ ഇതിലാണ്. വളരെ എന്താ പറയുക, ചരിത്രപരമായ ഒരു വിജയം തന്നെ വിശേഷിപ്പിക്കാം. കാരണം ഞാൻ പ്രതീക്ഷിച്ചേക്കാളും റിസൾട്ടാണ്. ഇപ്പം വേക്കൻസീസ് ഒക്കെ കുറയുന്ന ഒരു സമയമാണ്. ആ സമയത്ത് പോലും നമുക്ക് ഇത്രയും റിസൾട്ട് കിട്ടുമ്പോൾ അത് വളരെ സന്തോഷം ഉണ്ടാകും. അതുപോലെ ഇന്ന് SBI PO നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. അപ്പം SBI PO നോട്ടിഫിക്കേഷനിൽ ഒരുപാട് ആൾക്കാർ അപ്ലൈ ചെയ്ത് എഴുതും. ആപ്റ്റിറ്റ്യൂഡിൽ സ്റ്റുഡൻസ് എല്ലാം അപ്ലൈ ചെയ്ത് എഴുതും. അതിൽ കേരളത്തിലെ നമ്പർ 1 റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. ഓക്കെ, അത് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ ഇനി നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലേക്ക് പോവാം. ഫസ്റ്റ് പറയാനുള്ള കാര്യം GST, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ GSTയുടെ ഏറ്റവും വലിയ കളക്ഷൻ വന്ന മാസമാണ് കഴിഞ്ഞു പോയത്. GST കളക്ഷൻ 1.06 lakhs crores ആണ് ഈ കഴിഞ്ഞ മാർച്ച് 2019, മാർച്ച് 31 അവസാനിച്ച മാർച്ച് 2019 GST കളക്ഷൻ. ഇന്ത്യയുടെ ടാക്സ് ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ ടാക്സ് കളക്ഷൻ 1.06 lakhs crores കളക്ട് ചെയ്തു. ഇത് ഇന്ത്യയുടെ ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് ഗവൺമെന്റിനെ മീറ്റ് ചെയ്യാനും പിന്നീട് ഫിസിക്കൽ ഡെഫിസിറ്റ് ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ റവന്യൂവും എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള ഗവൺമെന്റിന്റെ ഡിഫറൻസ് ആണ്. എക്സ്പെൻഡിച്ചർ കൂടുതലും റവന്യൂ കുറഞ്ഞിരിക്കുമ്പോഴാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് ഉണ്ടാവുന്നത്. അത് ഗവൺമെന്റിന് എല്ലാ വർഷവും ഒരു ടാർഗറ്റ് വയ്ക്കുക. ആ ടാർഗറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ ഇംപ്രൂവ്ഡ് ടാക്സ് കളക്ഷൻ അലോ ചെയ്യുമെന്നും ഇതിൽ ഉണ്ട്. GST ഇംപ്ലിമെന്റേഷൻ വന്നതിന് ശേഷം GST ഓരോ മന്ത് കഴിയുമ്പോഴത്തേക്കും ടാക്സ് കളക്ഷൻ ഇംപ്രൂവ് ചെയ്യാണ്. വരും വർഷങ്ങളിൽ 1.1 lakh crore അല്ലെങ്കിൽ 1,10,000 കോടി ക്രോസ് ചെയ്യും ഇന്ത്യയുടെ മന്ത്ലി GST കളക്ഷൻ എന്നാണ് ഗവൺമെന്റിന്റെ അസസ്മെന്റ്. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട ബോഡി ഞാൻ പറഞ്ഞു CBIC ആണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ചെയർമാൻ പ്രണബ് കുമാർ ദാസ് ആണ്, പ്രണബ് കുമാർ ദാസ്. പിന്നെ യോഗി ആദിത്യനാഥിന്റെ ഫോട്ടോ ഫ്രണ്ട് പേജിലുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയ, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള സ്റ്റേറ്റ് ആയ ഉത്തർപ്രദേശിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് യോഗി ആദിത്യനാഥ്. പിന്നെ IL&FSന്റെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. അതെന്നും പറയുന്നതാണ്. IL&FS ഇപ്പൊ ഒരുപാട് പ്രോബ്ലം നിലനിൽക്കുന്ന ഇന്ത്യയിലെ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NBFC ആണ്. സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള NBFC, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനി. അതുപോലെ ബാക്ക് പേജിലേക്ക് പോകുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് ഉള്ളതെന്ന് വെച്ചാൽ ജപ്പാൻ വേൾഡിലെ തന്നെ ഏറ്റവും വലിയ മൂന്നാമത്തെ എക്കോണമി ആഫ്റ്റർ USA ആൻഡ് ചൈന. USA-ക്കും ചൈനയ്ക്കും ശേഷം വേൾഡിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എക്കോണമി. ഈ ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ആണ് ഷിൻസോ അബെ ABE. അതുപോലെ ജപ്പാന്റെ എംബറർ, ജപ്പാന്റെ ചക്രവർത്തിയുണ്ട്, എംബറർ ഉണ്ട്. ജപ്പാന്റെ എംബറർ അക്കിഹിതോ ആയിരുന്നു അല്ല ആണ് ഇപ്പം അക്കിഹിതോ AKIHITO ഈ മാസം 30 വരെ. അദ്ദേഹം ഇപ്പൊ വളരെ ഏജ്ഡ് ആയി. അദ്ദേഹത്തിന് ഇനി അദ്ദേഹത്തിന്റെ ഫംഗ്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അദ്ദേഹം ഏജ്ഡ് ആയി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ മകന് ക്രൗൺ പ്രിൻസിന് അവിടുത്തെ പുതിയ എംബറർ ആക്കാൻ പോയാണ്. April 30th അദ്ദേഹം സ്ഥാനമൊഴിയുന്നു. അതിനുശേഷം പുതിയ എംബറർ വരുന്നു. ജപ്പാന്റെ പുതിയ എംബററാണ് നരുഹിതോ, NARUHITO. നരുഹിതോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ വേൾഡിലെ 3rd ലാർജസ്റ്റ് എക്കോണമിയാണ് നരുഹിതോ, NARUHITO. ഗ്രാമിയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഗ്രാമി എന്ന് പറയുന്നത് വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് അവാർഡാണ് ഗ്രാമി. മ്യൂസിക്കിലെ ഓസ്കാർ എന്ന് പലപ്പോഴും ഞാൻ പിന്നീട് വിശേഷിപ്പിച്ച് കാണുന്ന ഒരു അവാർഡാണ് ഗ്രാമി എന്ന് പറയുന്നത്. മ്യൂസിക്കിലെ ഓസ്കാർ എന്നാണ് ഗ്രാമിയെ പറയുന്നത്. ഇനി അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകളെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. യൂറോപ്പിലെ ഫുട്ബോൾ ലീഗുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നതാണെങ്കിലും പുതുതായിട്ട് വീഡിയോ വാച്ച് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. യൂറോപ്പിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള 4 ഫുട്ബോൾ ലീഗുകളാണുള്ളത്. ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആണ്. ഇംഗ്ലണ്ടിലെ ഫുട്ബോൾ ലീഗ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ആണ്. സ്പെയിനിലെ ഫുട്ബോൾ ലീഗ് ലാ ലിഗയാണ്. ലാ ലിഗയാണ് സ്പെയിനിലെ ഫുട്ബോൾ ലീഗ്. അതുപോലെ Serie A, Serie A ആണ് ഇറ്റാലിയൻ ഫുട്ബോൾ ലീഗ്. ബുണ്ടസ്ലീഗ, BUNDESLIGA, ബുണ്ടസ്ലീഗയാണ് ജർമ്മൻ ഫുട്ബോൾ ലീഗ്. BUNDESLIGA, ബുണ്ടസ്ലീഗ ഇസ് എ ജർമ്മൻ ഫുട്ബോൾ ലീഗ്. അതുപോലെ പ്രഫുൽ പട്ടേൽ ഇന്ത്യയുടെ ഫുട്ബോൾ ഫെഡറേഷൻ AIFF ആണ്. ഇന്ത്യയുടെ ഫുട്ബോളിനെ കൺട്രോൾ ചെയ്യുന്ന AIFF ആണ്, ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ. അതിന്റെ പ്രസിഡന്റ് ആണ് പ്രഫുൽ പട്ടേൽ. AIFF ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പ്രസിഡന്റ് ആയ പ്രഫുൽ പട്ടേൽ
ഇന്ത്യയിലെ ആദ്യത്തെ ആളായി മാറിയാണ് ഫിഫയുടെ എക്സിക്യൂട്ടീവ് പാനലിന് മെമ്പർ ആവുന്ന. ഫിഫ ഇന്റർനാഷണൽ ഫുട്ബോൾ ഫെഡറേഷൻ ആണ് ഫിഫ, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻസ്. വേൾഡിലെ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള സ്പോർട്സ് ബോഡി ഫിഫ, ഫെഡറേഷൻ ഓഫ് ഇന്റർനാഷണൽ ഫുട്ബോൾ അസോസിയേഷൻസ്. ഈ ഫിഫയുടെ എക്സിക്യൂട്ടീവ് പാനലിലേക്ക് സെലക്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാവാൻ പോയാണ് പ്രഫുൽ പട്ടേൽ. അതുപോലെ അതേ പേജിൽ തന്നെ വേൾഡിലെ നമ്പർ 1 ഗോൾഫ് പ്ലെയറിന്റെ പേരുണ്ട്. വേൾഡിലെ നമ്പർ 1 ഗോൾഫ് പ്ലെയർ ഡസ്റ്റിൻ ജോൺസൺ ആണ്. വേൾഡിലെ നമ്പർ 1 ഗോൾഫ് പ്ലെയർ ഡസ്റ്റിൻ DUSTIN ഡസ്റ്റിൻ ജോൺസൺ ആണ് വേൾഡിലെ നമ്പർ 1 ഗോൾഫ് പ്ലെയർ. പിന്നീട് അത് കഴിഞ്ഞ് അതിനടുത്ത പേജ് സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ അത് 16th പേജ് ഓഫ് ഹിന്ദു ആണ്. അതിൽ സൗരവ് ഘോസലിനെ കുറിച്ച് വലിയൊരു ന്യൂസ് ഉണ്ട്. അത് വളരെ അഭിമാനിക്കാവുന്ന നേട്ടമാണ്. സൗരവ് ഘോസൽ, SAURAV, സൗരവ് ഘോസൽ, GHOSAL. സൗരവ് ഘോസൽ എന്ന് പറയുന്നത് ഇന്ത്യയുടെ നമ്പർ 1 സ്ക്വാഷ് പ്ലെയർ ആണ്. അദ്ദേഹത്തിന് വലിയൊരു അച്ചീവ്മെന്റ് കിട്ടി. അദ്ദേഹം വേൾഡ് റാങ്കിങ്ങിൽ ടോപ്പ് 10 വരുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനായി, ആദ്യത്തെ ഇന്ത്യൻ മെയിലായി. ഫീമെയിലിൽ ദീപിക പള്ളിക്കലും ജോഷ്ന ചിന്നപ്പയും വന്നിട്ടുണ്ട്. ദീപിക പള്ളിക്കൽ ആൻഡ് ജോഷ്ന ചിന്നപ്പ, 2 ഫേമസ് ഇന്ത്യൻ സ്ക്വാഷ് പ്ലേയേഴ്സ്. അവര് ഇങ്ങനെ ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ among the male sports persons in the squash field, he is the first Indian to break into the top 10 സ്ക്വാഷ് പ്ലെയർ ഇൻ ദ വേൾഡ്. അപ്പം ആ ഒരു ടോപ്പ് 10 സ്ക്വാഷ് പ്ലെയേഴ്സിന്റെ കൂട്ടത്തിലേക്ക് അദ്ദേഹവും മാറിയാണ് വേൾഡില്. അതുപോലെ റോജർ ഫെഡറർ 101ാമത് ടൈറ്റിൽ വിൻ ചെയ്തു. ഇന്നലെ അത് ഡിസ്കസ് ചെയ്തു, മിയാമി മാസ്റ്റേഴ്സ്. പിന്നീട് ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡായ BCCIയുടെ ഓംബുഡ്സ്മാൻ ആണ് ജസ്റ്റിസ് DK ജെയിൻ. ഓംബുഡ്സ്മാൻ ആണ് ഇന്ത്യയുടെ BCCI, ബോർഡ് ഓഫ് കൺട്രോൾ ഓഫ് ക്രിക്കറ്റ് ഇൻ ഇന്ത്യയുടെ ഓംബുഡ്സ്മാൻ ആണ് DK ജെയിൻ. അതുപോലെ ഇന്ത്യ റീറ്റെയിൻസ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് മെയ്സ് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് 3ാമത്തെ വർഷവും ICCയുടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കിട്ടിയത് ഇന്ത്യക്കാണ്. കാരണം എന്ന് വെച്ചാൽ ഓരോ വർഷം ഏറ്റവും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന വേൾഡ് നമ്പർ 1 ആയിട്ടുള്ള ടീമിനാണ് ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് കൊടുക്കുന്നത്. ടെസ്റ്റ് റാങ്കിൽ വേൾഡ് നമ്പർ 1 ഇന്ത്യയാണ്. അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് 3ാമത്തെ വർഷവും ICC ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ വിൻ ചെയ്തു. അതുപോലെ ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ പുതിയ ചീഫ് എക്സിക്യൂട്ടീവ് ആയിട്ട് മനു സാവ്നി അപ്പോയിന്റഡ് ആയി. മനു സാവ്നി, SAWHNEY. He is the ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ICC ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ. അതിനടുത്ത പേജ് ബിസിനസ് പേജ് ആണ്, 14th പേജ്. ബിസിനസ് പേജ് 14th പേജിൽ വരുമ്പോൾ നാച്ചുറലി ആ GST കളക്ഷൻ, ഇത്രയും വലിയ GST എന്ന് പറഞ്ഞ 2017 ജൂലൈ 1 ഇന്ത്യയിൽ നിലവിൽ വന്നതാണ്. 2017 ജൂലൈ 1 ഇന്ത്യയിൽ അത് GST ഡേ ആയിട്ടാണ് എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്നത്. അറിഞ്ഞിരിക്കുക, ഇന്ത്യയിൽ GST ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നതാണെന്ന് വെച്ചാൽ 2017 ജൂലൈ 1 ആണ്. അപ്പൊ ഈ 2017 ജൂലൈ 1 നിലവിൽ വന്നതിന് ശേഷം ഇപ്പൊ 1.5 വർഷത്തോളമായി. അപ്പൊ 1.06 lakhs crores ഹയസ്റ്റ് എവർ GST കളക്ഷൻ. അതാണ് ഒരു മെയിൻ ന്യൂസ് 14th പേജിൽ. പിന്നെ ഇന്ത്യയുടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഇൻഡെക്സ് ആയ സെൻസെക്സ് ഓൾ ടൈം പിന്നീട് ഹയസ്റ്റ് പീക്ക്, അല്ലെങ്കിൽ അതിന്റെ ഹയസ്റ്റ് പീക്ക് ഇപ്പൊ ബ്രേക്ക് ചെയ്തു, അല്ലെങ്കിൽ പിന്നെ അതിന്റെ ഹയസ്റ്റ് എവർ പോയിന്റ് അത് റീച്ച് ചെയ്തു. ഇപ്പൊ 39,000 പോയിന്റ്സ് എന്ന് പറയുന്നത്. അതിനിപ്പോ അത് വീണ്ടും മുകളിലേക്ക് പോകുമായിരിക്കും ഒരു പക്ഷേ. അപ്പൊ 39,000 പോയിന്റ്സ് ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്തു ഇന്ത്യയുടെ സെൻസെക്സ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഇൻഡെക്സ് ആണ് സെൻസെക്സ്. അതുപോലെ PB ജയകുമാറുമായിട്ട് ഇന്റർവ്യൂ ഉണ്ട്. PB ജയകുമാർ ബാങ്ക് ഓഫ് ബറോഡയുടെ CEO ആണ്. ബാങ്ക് ഓഫ് ബറോഡയുടെ CEO ആയ PB ജയകുമാറുമായിട്ട് ഇന്റർവ്യൂ വരാൻ കാരണം ഇന്നലത്തെ ദിവസം ഇന്ത്യയിൽ 2 ബാങ്കുകൾ ബാങ്ക് ഓഫ് ബറോഡയായിട്ട് മെർജ് ചെയ്തു. വിജയ ബാങ്ക് ആൻഡ് ദേന ബാങ്ക്. പിന്നെ കോർ സെക്ടർ ഗ്രോത്തിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. കോർ സെക്ടർ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ 8 ഇൻഡസ്ട്രീസ് ആണ്. ഇന്ത്യയിലെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 8 ഇൻഡസ്ട്രീസ്, അതാണ് കോർ സെക്ടർ ഇൻഡസ്ട്രീസ്. ഈ കോർ സെക്ടർ ഇൻഡസ്ട്രീസിന്റെ ഗ്രോത്ത് സെപ്പറേറ്റ് കാൽക്കുലേറ്റ് ചെയ്യും. അതിനാണ് കോർ സെക്ടർ ഗ്രോത്ത് എന്ന് പറയുന്നത്. ആ കോർ സെക്ടർ ഇൻഡസ്ട്രീസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രൊഡക്ട്സ്. സ്റ്റീൽ, സിമന്റ്, ഇലക്ട്രിസിറ്റി, കോൾ, ക്രൂഡ് ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഫെർട്ടിലൈസേഴ്സ് ആൻഡ് റിഫൈനറി പ്രൊഡക്ട്സ്. ഈ 8 ഇൻഡസ്ട്രീസ് ആണ് ഇന്ത്യയിൽ കോർ സെക്ടർ ഇൻഡസ്ട്രീസ് എന്നറിയപ്പെടുന്നത്. അതിന്റെ ഗ്രോത്ത് റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കോർ സെക്ടർ ഗ്രോത്ത് എന്ന് പറയുന്നത് മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡായ റോയൽ എൻഫീൽഡിന്റെ CEO ആയിട്ട് വിനോദ് ദസരി അപ്പോയിന്റ് ചെയ്തു. റോയൽ എൻഫീൽഡിന്റെ CEO ആയിട്ട് വിനോദ് ദസരി, DASARI. അദ്ദേഹം
ആണ് പുതിയ സിഇഒ ഓഫ് റോയൽ എൻഫീൽഡ്. റോയൽ എൻഫീൽഡ് എന്ന് പറഞ്ഞാൽ എയ്ഷർ മോട്ടോഴ്സ് എന്ന് പറഞ്ഞ കമ്പനിക്കുള്ളതാണ്. EICHER, എയ്ഷർ മോട്ടോഴ്സ്. REIT, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. REIT, റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ പ്രൊഡക്ഷൻ കമ്പനിയാണ് കോൾ ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കോൾ പ്രൊഡക്ഷൻ കമ്പനിയാണ് കോൾ ഇന്ത്യ. അതുപോലെ ഓയോ എല്ലാവർക്കും അറിയാം. ഇന്ത്യയിലെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പാണ് ഓയോ എന്ന് പറയുന്നത്. അപ്പം ഓയോയെ കുറിച്ച് ന്യൂസ് ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചറർ മാരുതി സുസുക്കിയാണ്. മാരുതി സുസുക്കി ഇന്ത്യയിലെ ഏറ്റവും വലിയ പാസഞ്ചർ വെഹിക്കിൾ മാനുഫാക്ചറർ മാരുതി സുസുക്കി. അത് കഴിഞ്ഞ് 12th പേജിലേക്ക് പോകുമ്പോൾ വേൾഡ് പേജ് ആണ്. 12th പേജിൽ വേൾഡ് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വരുമ്പോൾ അതിൽ ഒന്നാമത്തെ ന്യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ന്യൂസ് അതാണ് ടർക്കി. ടർക്കിയിലെ ഏറ്റവും കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ടർക്കിയുടെ പ്രസിഡന്റ് റെസെപ് തായിപ്പ് എർഡോഗാൻ ആണ്. RECEP, റെസെപ് തായിപ്പ്, TAYYIP, തായിപ്പ് എർഡോഗാൻ, ERDOGAN, റെസെപ് തായിപ്പ് എർഡോഗാൻ. വേണമെങ്കിൽ ഒരു ഓട്ടോക്രാറ്റിക് വേയിലും പിന്നീട് മുന്നോട്ട് പോകുന്ന ഒരു ലീഡർ എന്ന് പറയാം. പക്ഷെ അവിടെ ഡെമോക്രസിയാണ്. അപ്പൊ ഈ റെസെപ് തായിപ്പ് എർഡോഗാൻ ടർക്കിയിൽ അദ്ദേഹത്തിന്റെ ഗ്രിപ്പ് അയയുന്നോ എന്ന് സംശയം തോന്നിക്കുന്ന രീതിയിൽ ഒരു സംഭവം നടന്നു. അവിടുത്തെ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ അദ്ദേഹത്തിന്റെ പാർട്ടി ഫെയിലായി, ലൂസ് ആയി എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. എന്തായാലും റെസെപ് തായിപ്പ് എർഡോഗാനാണ് ടർക്കിയുടെ പ്രസിഡന്റ്. ടർക്കിയുടെ പ്രത്യേകത യൂറോപ്പിലെ ഒരേ ഒരു മുസ്ലിം കൺട്രിയാണ്. യൂറോപ്പിലെ മുസ്ലിം കൺട്രി എന്ന് പറഞ്ഞാലും മുസ്ലിം മെജോറിറ്റി എന്നേ ഉള്ളൂ, അല്ലാതെ അവർ സെക്യുലർ ആണ്, അല്ലാതെ അവിടെ ഒഫീഷ്യൽ റിലീജിയൻ ഇസ്ലാം അല്ല. എന്തായാലും ടർക്കി യൂറോപ്പിലെ മുസ്ലിം മെജോറിറ്റി കൺട്രിയാണ്, ഒരേ ഒരു മുസ്ലിം മെജോറിറ്റി കൺട്രി. അൾജീരിയയുടെ പ്രസിഡന്റ് എപ്പോഴും പറയാറുള്ളതാണ് അബ്ദൽ അസീസ് ബൗട്ടഫ്ലിക്ക. അദ്ദേഹം ഈ മാസം റിസൈൻ ചെയ്യുന്നു. അദ്ദേഹത്തിനെതിരെ ഭയങ്കര പ്രൊട്ടസ്റ്റ് ഉണ്ട്. ഒരുപാട് വർഷങ്ങളായിട്ട് അൾജീരിയയുടെ പ്രസിഡന്റ് ആണ്, പക്ഷേ അദ്ദേഹത്തിനെ കുറിച്ച് ഒരുപാട് അലിഗേഷൻസ് ഉണ്ട്. സോ ഹീസ് ഗോയിങ് ടു റിസൈൻ എന്നൊരു ന്യൂസ് ഉണ്ട്. ബട്ട് സ്റ്റിൽ ഹീസ് ദ പ്രസിഡന്റ് ഓഫ് അൾജീരിയ. അതുകൊണ്ട് അങ്ങനെയാണ് പഠിക്കുക. റിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് അതിനുശേഷം മാറ്റി പഠിക്കാം. അൾജീരിയയുടെ പ്രസിഡന്റ് അബ്ദൽ അസീസ്, ABDEL, അബ്ദൽ അസീസ് ബൗട്ടഫ്ലിക്ക, BOUTEFLIKA. പിന്നീട് അത് കഴിഞ്ഞ് 10th പേജിലേക്ക് പോകുമ്പോൾ പിന്നീട് കംപ്ലീറ്റ് എന്നത്തെ പോലെ ഇലക്ഷൻ ന്യൂസ് ആണ്, പൊളിറ്റിക്സ് ആണ്. VVPAT കുറിച്ച് ന്യൂസ് ഉണ്ട്. VVPAT വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ ആണ്. ഈ വർഷം മുതൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻസ് ആയിട്ട് ഘടിപ്പിക്കുന്ന പുതിയൊരു മെഷീൻ വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ. നമ്മളുടെ വോട്ടിന്റെ ഒരു പ്രിന്റ് ഔട്ട് അതിൽ ജനറേറ്റ് ചെയ്യും. പക്ഷേ അത് ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന ഒരു 10% വോട്ടുകൾ മാത്രമേ അത് കൗണ്ട് ചെയ്ത് നോക്കുള്ളൂ, എന്തെങ്കിലും മാൽ പ്രാക്ടീസ് നടന്നെന്നറിയാം. പക്ഷേ പാർട്ടീസ് ആവശ്യപ്പെടുന്ന 50% കൗണ്ട് ചെയ്യണമെന്നാണ്. അപ്പൊ അതിനൊരു കേസ് നടക്കുന്നുണ്ട്. അതൊക്കെയാണ് ന്യൂസ്. പിന്നെ റൊമീല ഥാപ്പറിന്റെ ഒരു ന്യൂസ് ഉണ്ട്. റൊമീല ഥാപ്പർ ഈസ് എ ഫേമസ് ഹിസ്റ്റോറിയൻ ഇൻ ഇന്ത്യ. ഹിസ്റ്റോറിയൻ ആണ്, ഹിസ്റ്റോറിയൻ റൊമീല ഥാപ്പർ, THAPER, റൊമീല ഥാപ്പർ. അപ്പൊ അത്രയും മാത്രമാണ് ആ പേജസിൽ എഴുതിയെടുക്കാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ എഡിറ്റോറിയൽ പേജിലേക്ക് പോകുമ്പോൾ 2 എഡിറ്റോറിയൽസ് ആവുന്നു. ഒന്നെന്ന് വെച്ചാൽ ഫോഗി ഇൻ വയനാട്. ഫോഗി ഇൻ വയനാട് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ എന്താണെന്ന് വെച്ചാൽ വയനാടിന്റെ കുറിച്ച് ഹെഡിങ് കാണുമ്പോഴേ മനസ്സിലാകുന്നതായിരിക്കും. കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽ ഗാന്ധി, അടുത്ത UPAയുടെ പ്രൈം മിനിസ്റ്റർ കാൻഡിഡേറ്റും അദ്ദേഹം തന്നെ ആയിരിക്കും. ആ രാഹുൽ ഗാന്ധി UPയിലെ അമേത്തിയിലാണ് സ്ഥിരമായിട്ട് മത്സരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ അതിനൊപ്പം അദ്ദേഹം ഇപ്പോ വയനാട് എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു സീറ്റ്, അവിടേക്കും കൂടെ വന്ന് മത്സരിക്കുകയാണ്. അപ്പം അതുണ്ടാക്കാവുന്ന മാറ്റങ്ങൾ, പൊളിറ്റിക്കൽ സിറ്റുവേഷൻ ഉണ്ടാക്കാവുന്ന മാറ്റങ്ങൾ, എസ്പെഷ്യലി സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളിൽ, അതിനെക്കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് എഡിറ്റോറിയൽ. സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത് സ്പേസ് ഫോർ ക്യാമ്പയിൻ എന്നാണ്. സ്പേസ് ഫോർ ക്യാമ്പയിൻ എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മളുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ഈ അസാറ്റ് മിഷൻ ശക്തി എന്ന് പറയുന്ന അസാറ്റിന്റെ വിക്ഷേപണം, ആന്റി സാറ്റലൈറ്റ് ടെസ്റ്റിംഗ്, അത് സക്സസ്ഫുൾ ആയിട്ട് കണ്ടക്ട് ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം പലപ്പോഴും പല ഇലക്ഷൻ പ്രചരണ യോഗങ്ങളിലും വലിയ ഇതായിട്ട് അതിനെ പബ്ലിസൈസ് ചെയ്യാറുണ്ട്. അപ്പം അതിന് ഇലക്ഷൻ പ്രചരണ വിഷയമായിട്ടൊക്കെ യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അതിന്റെ ശരികേടിനെ കുറിച്ചാണ് സെക്കൻഡ് എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. പിന്നീട് അത്രയാണ് ആ പേജിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ നേഷൻ പേജ് 7 പേജിലേക്ക് പോകുമ്പോൾ ഇന്നലെ ഇന്ത്യക്ക് വലിയൊരു സക്സസ് ഉണ്ടായി. ഞാനത് മുന്നേ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഇന്ത്യയുടെ PSLV C-45 ലോഞ്ച് ചെയ്തു. അത് 3 ഓർബിറ്റുകളിലായിട്ട് ഒരുപാട് സാറ്റലൈറ്റ്സിന് 29ഓളം സാറ്റലൈറ്റ്സിന് അത് ലോഞ്ച് ചെയ്തു. പിന്നീട് അതിൽ ഏറ്റവും പ്രധാന സാറ്റലൈറ്റ് ഇന്ത്യയുടെ സാറ്റലൈറ്റായ എമിസാറ്റ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് സാറ്റലൈറ്റ് അതിലുണ്ടായിരുന്നത് എമിസാറ്റ്. അത് ഇന്ത്യയുടേതാണ്. ബാക്കി മിക്കതും ഫോറിൻ സാറ്റലൈറ്റ്സ് ആയിരുന്നു. അപ്പോ അത് സർവൈലൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സാറ്റലൈറ്റ് ആണ് എമിസാറ്റ് എന്ന് പറയുന്നത്.
ആ എമിസാറ്റിനെ കുറിച്ച് പറഞ്ഞേക്കുന്ന തന്നെ ഇന്ത്യ ഗെറ്റ് സർവേലൻസ് സാറ്റലൈറ്റ് എന്നാണ്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ലോഞ്ച് ദ കൺട്രീസ് ഫസ്റ്റ് ഇലക്ട്രോണിക് സർവേലൻസ് സാറ്റലൈറ്റ്. അപ്പൊ അതൊന്ന് പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയുടെ ഫസ്റ്റ് ഇലക്ട്രോണിക് സർവേലൻസ് സാറ്റലൈറ്റ് ആണ് എമിസാറ്റ്. ഇന്ത്യയുടെ ഫസ്റ്റ് ഇലക്ട്രോണിക് സർവേലൻസ് സാറ്റലൈറ്റ് എമിസാറ്റ്. അത് ഓൺ ബോർഡ് ഉണ്ടായിരുന്നു. അതായിരുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പേലോഡ് എന്ന് പറഞ്ഞ PSLV C-45. പക്ഷെ ഈ മിഷന്റെ പ്രത്യേകത എന്തായിരുന്നു വെച്ചാൽ 29ഓളം സാറ്റലൈറ്റ്സ് ഉണ്ടായിരുന്നു. അതില് ഡിഫറെന്റ് ആയിട്ടുള്ള 3 ഓർബിറ്റ്സിലാണ് ഈ സാറ്റലൈറ്റ്സിനെ അവര് ലോഞ്ച് ചെയ്തത്. പിന്നെ ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഏജൻസിയാണ് IMD, ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ്. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചെയർമാനാണ് അഷീം ഖുറാന. അഷീം ഖുറാന സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ. അത് അറിഞ്ഞിരിക്കണം. സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ചെയർമാൻ അഷീം ഖുറാനയാണ്. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ന്യൂസ് പേപ്പർ ന്യൂസുകൾ. ഇന്ന് നമുക്ക് പെൻഡിങ് 2 ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട്. നമുക്ക് സാറ്റർഡേയിലെ ന്യൂസ് പേപ്പർ നോക്കാം. സാറ്റർഡേയിലെ ന്യൂസ് പേപ്പറിലെ ഒരു മെയിൻ ന്യൂസ് എന്ന് പറയുന്നത് MPs റിജക്ട് ബ്രെക്സിറ്റ് ഡീൽ ഫോർ തേർഡ് ടൈം. അതായത് ബ്രിട്ടന്റെ പ്രൈം മിനിസ്റ്ററായ തെരേസ മെയ് കൊണ്ടുവന്ന ബ്രെക്സിറ്റ് ഡീൽ, ബ്രിട്ടന്റെ എക്സിറ്റ് ഫ്രം യൂറോപ്യൻ യൂണിയനാണ് ബ്രെക്സിറ്റ് എന്നറിയപ്പെടുന്നത്. അപ്പൊ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ആയ തെരേസ മെയ് കൊണ്ടുവന്ന ബ്രെക്സിറ്റ് ഡീൽ അവിടുത്തെ MPമാർ വീണ്ടും റിജക്ട് ചെയ്തു. അതുകൊണ്ട് തന്നെ മാർച്ച് 29 നടക്കേണ്ടിരുന്ന ബ്രെക്സിറ്റ് നടന്നിരുന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. മാർച്ച് 29 ആയിരുന്നു ബ്രെക്സിറ്റിന്റെ ലാസ്റ്റ് ഡേറ്റ്, ബ്രിട്ടന്റെ എക്സിറ്റ് ഫ്രം യൂറോപ്യൻ യൂണിയൻ. ഇനിയിപ്പോ അത് ഏപ്രിലോ മെയിലോ ചിലപ്പോൾ ജൂണിലോ ഒക്കെ നടക്കുള്ളൂ. പിന്നെ ഒരു രാജ്യം സ്പേസിൽ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് വാഷിംഗ് മെഷീൻസ് ഡെവലപ്പ് ചെയ്തു. സ്പേസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വാഷിംഗ് മെഷീൻ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത രാജ്യമാണ് റഷ്യ. ദ ഡേയ്സ് ഓഫ് astronauts packing enough clean clothes to last a whole mission could soon be over as Russia said on Friday that it is developing a washing machine for space. അതായത് ഒരു മിഷന് വേണ്ടിയിട്ട് എത്ര നാൾ അവർ നിൽക്കും അത്രയും കാലത്തേക്കുള്ള പിന്നീട് സ്പേസ് സ്യൂട്ടുകളും ക്ലോത്ത്സും ഒക്കെ ആയിട്ട് അവർ പോയേണ്ടിരുന്നു ഇത്രയും കാലം. പക്ഷെ റഷ്യ സ്പേസിൽ ഉപയോഗിക്കാവുന്ന വാഷിംഗ് മെഷീൻ ഡെവലപ്പ് ചെയ്യുക. അത് കഴിയുമ്പോഴത്തേക്ക് അവർക്ക് 1-2 ക്ലോത്ത്സുമായിട്ട് പോയാൽ അതിൽ അവർക്ക് വാഷ് ചെയ്ത് വേണ്ടി യൂസ് ചെയ്യാം. അപ്പൊ റഷ്യയാണ് ആ ഒരു ഇന്നോവേഷനായിട്ട് വരുന്നത്. പിന്നെ GI സർട്ടിഫിക്കേഷനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. GI സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ സർട്ടിഫിക്കേഷൻ എന്നാണ്. GI സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ സർട്ടിഫിക്കേഷൻ. പിന്നെ മനു ബാക്കർ ആരെന്ന് എല്ലാവർക്കും അറിയാം. അവര് ഇന്ത്യക്ക് അടുത്ത ഒളിമ്പിക്സിൽ മെഡൽ നേടിത്തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു വേൾഡ് ക്ലാസ് ഷൂട്ടർ ആണ്. അവരിപ്പോ വീണ്ടും ഗോൾഡ് മെഡലുകൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. 12th ഏഷ്യൻ എയർഗൺ ചാമ്പ്യൻഷിപ്പില് 12ാമത് ഏഷ്യൻ എയർഗൺ ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത് തായ്പേയിൽ വെച്ചാണ്. ചൈനീസ് തായ്പേയിൽ നടന്ന അതിൽ അവര് ഏഷ്യൻ എയർഗൺ ചാമ്പ്യൻഷിപ്പിൽ അവർ ഗോൾഡ് മെഡലുകൾ നേടി. പിന്നെ ശുഭാങ്കർ ശർമ്മയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ശുഭാങ്കർ ശർമ്മ ഇന്ത്യയുടെ ഫേമസ് ഗോൾഫ് പ്ലെയർ ആണ് ശുഭാങ്കർ ശർമ്മ. പിന്നീട് ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൈറ്റില് വിക്ടർ അക്സൽസൺ നേടി ഇന്ത്യയുടെ ശ്രീകാന്തിനെ തോൽപ്പിച്ചിട്ട്. പിന്നീട് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് ടൈറ്റിൽ ഇന്ത്യയെ തോൽപ്പിച്ച് സൗത്ത് കൊറിയ നേടി. അതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളാണ്. പിന്നീട് ഉള്ളത് സ്പോർട്സ് പേജ് കഴിഞ്ഞ് നമ്മൾ ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ ഇന്ത്യയുടെ ചീഫ് എക്കണോമിസ്റ്റിന്റെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഇന്ത്യയുടെ ചീഫ് എക്കണോമിസ്റ്റ് അല്ലെങ്കിൽ ചീഫ് എക്കണോമിസ്റ്റ് അല്ല, CEA ചീഫ് എക്കണോമിക് അഡ്വൈസർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ ചീഫ് എക്കണോമിക് അഡ്വൈസർ CEA ഓഫ് ഇന്ത്യ. ചീഫ് എക്കണോമിക് അഡ്വൈസർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. വേറൊരു സുബ്രഹ്മണ്യന്റെ പേരും ഫോട്ടോ എടുത്ത ആളുണ്ട്, SN സുബ്രഹ്മണ്യൻ. അത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. L&Tയുടെ CEO L&Tയുടെ CEO SN സുബ്രഹ്മണ്യൻ. ഇന്ത്യയുടെ CEA ചീഫ് എക്കണോമിക് അഡ്വൈസർ കൃഷ്ണമൂർത്തി സുബ്രഹ്മണ്യൻ. അതുപോലെ തമിഴ്നാട്ടിൽ 2 ഗ്രാമീൺ ബാങ്കുകൾ ഉണ്ടായിരുന്നു. പല്ലവൻ ഗ്രാമീൺ ബാങ്കും പാണ്ഡ്യൻ ഗ്രാമീൺ ബാങ്കും. ഈ 2 ഗ്രാമീൺ ബാങ്കുകളുടെ മെർജ് ചെയ്തു. എന്നിട്ട് തമിഴ്നാടു ഗ്രാമ ബാങ്ക് എന്ന് പറഞ്ഞ പുതിയ ബാങ്ക് ഉണ്ടാക്കി. തമിഴ്നാട്ടിൽ 2 ഗ്രാമീൺ ബാങ്കുകളായിരുന്ന പല്ലവൻ ഗ്രാമീൺ ബാങ്കും പാണ്ഡ്യൻ ഗ്രാമീൺ ബാങ്കും മെർജ് ചെയ്ത് തമിഴ്നാടു ഗ്രാമ ബാങ്ക് ക്രിയേറ്റ് ചെയ്തു. IOB ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ CEO ആണ് R. സുബ്രഹ്മണ്യകുമാർ ആണ് IOB ഇന്ത്യൻ ഓവർസീസ് ബാങ്കിന്റെ CEO. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് CAD എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടും എക്സ്പോർട്ടും തമ്മിലുള്ള വാല്യൂ ഡിഫറൻസ് ആണ്. CAD കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറിയാണ് സുഭാഷ് ചന്ദ്ര ഗാർഗ്, ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ ആൻഡ് എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യയും എക്കണോമിക് അഫയേഴ്സ് സെക്രട്ടറി ഓഫ് ഇന്ത്യയും SC ഗാർഗ് അല്ലെങ്കിൽ സുഭാഷ് ചന്ദ്ര ഗാർഗ് ആണ്.
PPF പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്. PPF എന്ന് പറഞ്ഞാൽ പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട് ആണ്. NSC നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. NSC ആണ്, NSE അല്ല, NSC നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്. ഇതെല്ലാം ഇന്ത്യയിലെ സ്മോൾ സേവിംഗ്സ് ഇൻസ്ട്രുമെന്റ് ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇവിടുത്തെ കോമൺ മാന് കൊടുത്തിരിക്കുന്ന സ്മോൾ സേവിംഗ്സ് ഇൻസ്ട്രുമെന്റുകളാണ്. PPF പബ്ലിക് പ്രോവിഡന്റ് ഫണ്ട്, NSC നാഷണൽ സേവിംഗ് സർട്ടിഫിക്കറ്റ്, പിന്നെ KVP കിസാൻ വികാസ് പത്ര. KVP എന്ന് പറഞ്ഞാൽ കിസാൻ വികാസ് പത്ര. ഇതെല്ലാം സ്മോൾ സേവിംഗ്സ് ഇൻസ്ട്രുമെന്റുകളാണ്. പിന്നെ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട്. സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഗേൾ ചൈൽഡിന്റെ പേരിൽ മാത്രം ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന അക്കൗണ്ടാണ് സുകന്യ സമൃദ്ധി അക്കൗണ്ട്. പെൺകുട്ടികളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഗേൾ ചൈൽഡിന്റെ പേരിൽ മാത്രമേ ഓപ്പൺ ചെയ്യാൻ പറ്റൂ. നമുക്ക് ഗേൾ ചൈൽഡ് എത്ര പേരുണ്ടെങ്കിലും അവരുടെ പേരോട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തില്ല. 2 ഗേൾ ചൈൽഡിന്റെ പേര് മാത്രം ഒരു പേരന്റിന് സുകന്യ സമൃദ്ധി അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സുകന്യ സമൃദ്ധി അക്കൗണ്ടിലെ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ 8.5 ഇൻട്രസ്റ്റ് ആണ്. അത് വലിയൊരു ഇൻട്രസ്റ്റ് ആണ്. മറ്റ് സേവിംഗ്സ് ഇൻസ്ട്രുമെന്റുകളിലൊന്നും അത്ര ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ഗേൾ ചൈൽഡിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് 8.5% ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്റർനാഷണൽ പേജിൽ പോകുമ്പോൾ റെഡ് ക്രോസിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. റെഡ് ക്രോസ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ഒരു സന്നദ്ധ സംഘടനയാണ്, ഒരു വോളണ്ടറി ഓർഗനൈസേഷൻ ആണ്. അവര് വാർ നടക്കുന്ന മേഖലകളിൽ ആംബുലൻസ് സർവീസും ഹോസ്പിറ്റൽ സർവീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന, നഴ്സിംഗ് സർവീസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഒരു ഓർഗനൈസേഷൻ ആണ് റെഡ് ക്രോസ്. റെഡ് ക്രോസ് സ്റ്റാർട്ട് ചെയ്തത് ഹെൻറി ഡുനന്റ് ആണ്. ഹെൻറി ഡുനന്റ്, DUNANT, ഹെൻറി ഡുനന്റ്. പിന്നെ ഒരു ഹിന്ദു ടെമ്പിൾ വരാൻ പോകുന്ന ഗൾഫ് രാജ്യം ഏതാണെന്ന് വെച്ചാൽ UAE ആണ്. UAE എന്ന് പറഞ്ഞ ഗൾഫ് രാജ്യത്താണ് ഒരു ഹിന്ദു ടെമ്പിൾ. അതെവിടെയാണ് വരാൻ പോകുന്നത് വെച്ചാൽ UAE അബുദാബിയിലാണ്. അവിടുത്തെ രാജാവ് പിന്നീട് ഒരു ഹിന്ദു ടെമ്പിൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ലാൻഡ് കൊടുത്തത്. അങ്ങനെ അബുദാബിയിൽ ഒരു ഗ്രാൻഡ് ഹിന്ദു ടെമ്പിൾ വരാൻ പോവുകയാണ്. അതിന്റെ ശിലാന്യാസമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് ഒക്കെ ഇതിലുണ്ട്. അത് ഞാൻ ജസ്റ്റ് അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നീട് IEA ഇന്റർനാഷണൽ എനർജി ഏജൻസിയാണ്. IEA എന്ന് പറയുന്നത് ഇന്റർനാഷണൽ എനർജി ഏജൻസി. IEA പാരീസ് ആണ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഇന്റർനാഷണൽ എനർജി ഏജൻസി IEA പാരീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. അതുപോലെ UNFCCC എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. UNFCCC യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. യുഎന്നിന്റെ ക്ലൈമറ്റ് ബോഡിയാണ് UNFCCC. അവര് ഉണ്ടാക്കിയ ഒരു എഗ്രിമെന്റ് ആണ് പാരീസ് എഗ്രിമെന്റ്. പാരീസിൽ ഒരു ക്ലൈമറ്റ് എഗ്രിമെന്റ് ഉണ്ടായി UNFCCCയുടെ നേതൃത്വത്തിലാണ് പാരീസ് എഗ്രിമെന്റ് എന്ന് അറിയപ്പെടുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് 2030 33 to 35% കാർബൺ ഇന്ത്യ കട്ട് ചെയ്യുന്നതാണ്. കാർബൺ എമിഷൻ കട്ട് ചെയ്യുന്നതാണ്. ഇന്ത്യ വേൾഡിലെ കാർബൺ എമിറ്റ് ചെയ്യുന്ന രാജ്യങ്ങളുടെ കൂടുതൽ 3ാം സ്ഥാനത്തേക്കുന്ന രാജ്യമാണ്. 2030 ഇന്ത്യയുടെ ഇപ്പോഴത്തെ എമിഷൻ ലെവലിനെക്കാളും 33 to 35% ഇന്ത്യ കാർബൺ എമിഷൻ കട്ട് ചെയ്യുന്ന ഒരു എഗ്രിമെന്റ് ഉണ്ട്. അത് പാരീസ് എഗ്രിമെന്റിന്റെ അകത്താണ് നമ്മളത് പറഞ്ഞിരിക്കുന്നത്. പാരീസ് എഗ്രിമെന്റ് ഉണ്ടാക്കിയത് UNFCCCയുടെ നേതൃത്വത്തിലാണ്. യുഎന്നിന്റെ ക്ലൈമറ്റ് ബോഡിയാണ് UNFCCC. എക്സ്പാൻഷൻ യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. അതേ മീറ്റിംഗിൽ വെച്ചാണ് ഇന്ത്യ ISA ഉണ്ടാക്കിയത്. ISA എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ സോളാർ അലയൻസ്. ISA ഇന്റർനാഷണൽ സോളാർ അലയൻസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതാണ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ വേൾഡിൽ ഉണ്ടായ ആദ്യത്തെ ട്രീറ്റി ബേസ്ഡ് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്നത്. ISA ഇന്റർനാഷണൽ സോളാർ അലയൻസ് വാസ് ഫോംഡ് അറ്റ് ദാറ്റ് പാരീസ് സമ്മിറ്റ് ഓർഗനൈസ്ഡ് ബൈ UNFCCC, യുണൈറ്റഡ് നേഷൻസ് ഫ്രെയിംവർക്ക് കൺവെൻഷൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്. And ISA is the first treaty-based organization started by അല്ലെങ്കിൽ founded by India. പിന്നീട് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ത്യയിലെ ഗുരുഗ്രാമാണ് അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ്. അത്ര ആയപ്പോഴത്തേക്ക് ഈ ന്യൂസുകൾ നമുക്ക് കഴിഞ്ഞു. അപ്പോ ഇനി ഒരു പെൻഡിങ് ന്യൂസ് പേപ്പർ ഉണ്ട്. അത് ഒരു ഫ്രൈഡേയിലെ ന്യൂസ് പേപ്പറാണ്. അത് നാളത്തെ പത്രത്തിനൊപ്പം ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.